ഈ സ്ത്രീയെ, അതായത് കുട്ടിയുടെ മാതാവിനെയും ഇയാൾ വിൽക്കാനായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നാണ് ആ കുട്ടിയുടെ മാതാവിനുള്ള പേടി. അതാണ് കൺസ്ട്രക്ഷൻ നടക്കുന്ന അവിടുത്തെ എൻ്റെ സൈറ്റിലെ പണിക്കാർ വന്നിട്ട് ഇന്നലെ കുട്ടീനെ വിൽക്കാനായിട്ട് വാങ്ങാനുള്ള ആൾക്കാർ ഇന്നലെ റൂമിൽ വന്നിരുന്നു. ഇവരാരും ഇല്ലായിരുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ 12 പേരാണ് ഒരു വീട്ടിൽ മൊത്തം താമസിക്കുന്നത്. അതിൽ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പം ഇവരാരും ഇല്ലായിരുന്ന സമയത്ത് പുറത്തുനിന്ന് 2 പേര് വന്ന് കുട്ടിയെ വാങ്ങാൻ വേണ്ടി വന്നിരുന്നു എന്നും അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്നും കുട്ടിയുടെ മാതാവ് റെസിസ്റ്റ് ചെയ്ത് കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ബഹളമൊക്കെ വെച്ച് അവർ പോയി എന്നും പറഞ്ഞു. അപ്പോൾ അതിന് അവർ രാത്രിയിൽ ഈ പുറത്ത് പോയിരുന്ന പണിക്കാരെല്ലാവരും കൂടി ചെന്ന് വസ്തുത അന്വേഷിച്ചതിന് ശേഷം ഇന്ന് രാവിലെ അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം ഞാനും ഞങ്ങൾ 3 പേരും കൂടി ആ വീട്ടിൽ ചെന്ന് വസ്തുത അന്വേഷിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മാതാവ് ഞങ്ങളോടത്ത് വളരെ കരഞ്ഞുകൊണ്ട് തന്നെ വിവരം പറഞ്ഞു ഇന്നപോലെ കൊടുക്കുക. അപ്പോൾ കുട്ടിയുടെ പിതാവ് അകത്ത് കിടന്ന് ഉറക്കമായിരുന്നു. നമ്മളാളെ ഉണർത്താതെ പോലീസിൽ ഇൻഫോം ചെയ്തു. കുമരകം പോലീസിൽ നിന്ന് ആൾ വന്ന് ചുറ്റുപാടും ഉള്ള നാട്ടുകാരും എല്ലാവരും കൂടെ വന്നു. പോലീസ് അവിടെ വന്ന് അന്വേഷണം നടത്തിയപ്പോൾ വസ്തുത ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം അവർ നടത്തിയ അന്വേഷണത്തിൽ വാങ്ങാൻ വന്നയാളെയും അതിന് ഇടനിലക്കാരനായി നിന്ന 2 പേര്, ഇതിൽ വാങ്ങാൻ വന്ന ആളും ഇടനിലക്കാരും UP സ്വദേശികളാണെന്നാണ് അറിഞ്ഞത്. കുട്ടിയുടെ മാതാപിതാക്കൾ അസം സ്വദേശികളാണ്. അപ്പോൾ കുട്ടിയുടെ മാതാവ് വളരെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ, അതായത് കുട്ടിയുടെ മാതാവിനെയും ഇയാൾ വിൽക്കാനായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നാണ് ആ കുട്ടിയുടെ മാതാവിനുള്ള പേടി. അതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നാട്ടുകാരെ ഇടപെട്ട് പോലീസ് അറിയിച്ച് ഇൻഫോം ചെയ്ത് പോലീസുകാർ വന്നിരുന്നു. പോലീസുകാർ വന്ന് അന്വേഷിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കറക്റ്റ് സമയത്ത് വാങ്ങാൻ വന്നവരെ കസ്റ്റഡിയിലെടുക്കുമായിരുന്നു. അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ എല്ലാവരും പണിക്ക് പോയ സമയത്ത് 2 പേര് വീട്ടിൽ വന്ന് കുട്ടിയെ ആവശ്യപ്പെടുകയും അത് മാതാവ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ തിരികെ പോയി. കുട്ടിയുടെ പിതാവിന് ഇന്നലെ രാത്രി തന്നെ 1000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് ഇന്ന് പകൽ കുട്ടിയെ കടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അവർ ചെയ്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങാൻ വന്നവർ 2 ദിവസം ആയുള്ള അവർ UP നിന്ന് തിരിച്ചു വന്നിട്ട് അവർ വന്ന് സ്റ്റേ ഇവിടെ ചെയ്യുമായിരുന്നു. ഇന്ന് കുട്ടിയെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കറക്റ്റ് സമയത്ത് നാട്ടുകാരുടെയും പോലീസിൻ്റെയും കൃത്യസമയത്തുള്ള ഇടപെടൽ കാരണമാണ് അങ്ങനെ ഒരു ഡീല് നടക്കാതെ വന്നത്. പക്ഷേ ഈ കടത്തിക്കൊണ്ട് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൃത്യസമയത്ത് നിങ്ങൾ ഇടപെട്ടിരുന്നില്ലെങ്കിൽ ഈ കുട്ടിയെ അവർ UP-യിലേക്ക് കടത്താം. ഇപ്പോൾ അതിനകത്ത് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താവശ്യത്തിനാണ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ഇവർ തന്നെ ഈ പണിക്കാരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് അറിഞ്ഞതിൽ നിന്നും വാങ്ങാൻ വന്ന ആൾക്ക് 3 പെൺകുട്ടികളാണുള്ളത്. ഇതൊരു ആൺകുട്ടി ആയതുകൊണ്ട് ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരന്വേഷിച്ചപ്പോഴത്തേക്കിനും വാങ്ങാൻ വന്നയാൾക്ക് 3 പെൺകുട്ടികളുള്ളതായിട്ടാണ് അറിഞ്ഞത്. ആൾ ഈരാറ്റുപേട്ടയിലെ മറ്റോ വർഷങ്ങളായിട്ട് ബാർബർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ വാങ്ങാൻ വന്നത്. ഇന്നലെ ഫാമിലിയായിട്ട്, അതായത് UP-യിൽ നിന്നും ഭാര്യനെയും വിളിച്ചു വരുത്തി ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്.